അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കടക്കുന്ന ഏറ്റവും ശുഭകരമായ മുഹൂർത്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ക്ഷേത്ര പരിസരത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം അദ്ദേഹം ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തും. എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സർവ്വസുരക്ഷയിലാണ് ഇപ്പോൾ അയോധ്യ നഗരിയുള്ളത്. 7000-ഓളം പേർക്ക് വിശിഷ്ട അതിഥികളായി ക്ഷണമുണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗം പേരും ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. രാമഭജൻസ് കൊണ്ട് നിറയുകയാണ് അയോധ്യയിലെ ക്ഷേത്രാങ്കണം. അതോടൊപ്പം തന്നെ ഓരോ വീഥികളിലും ഇപ്പോൾ രാമനാമം ജപം കേൾക്കാൻ കഴിയുന്നുണ്ട്. ആരതി ഒഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തുകയാണ്. ഇപ്പോൾ മന്ദിർ മാർഗിൽ ഡൽഹിയിൽ പ്രാർത്ഥന നടത്തുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആരംഭിക്കുകയാണ്. രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകാനുണ്ട് അയോധ്യയിൽ നിന്ന്. ആർക്കെ, അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കാനിരിക്കെ ഡൽഹിയിൽ രാം മന്ദിറിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരതിയൊഴിഞ്ഞ് പ്രാർത്ഥനകൾ നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മന്ദിർ മാർഗിൽ. അയോധ്യയിൽ ഇപ്പോൾ ഇനി എന്തൊക്കെയാണ്? പ്രധാനമന്ത്രി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹം സരയൂ നദിയിൽ സ്നാനം ചെയ്ത ശേഷമായിരിക്കുമോ ചടങ്ങുകൾ പങ്കെടുക്കുക? മുഖ്യ യജമാനൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ ഇതിൻ്റെ കാർമ്മികത്വത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കാനുള്ളത്? ഗോപി, ഇന്നലെ ശയ്യയിലായിരുന്നു രാമവിഗ്രഹം. ഇനി പ്രാണൻ സ്വീകരിക്കാനായി രാമവിഗ്രഹം തയ്യാറായി കഴിഞ്ഞു. അത് ആചാര്യനിലൂടെയാണ് ഈ പ്രാണൻ നൽകുന്നത്. താന്ത്രിക വിധി പ്രകാരം ആചാര്യൻ മൂലമന്ത്രം ഉപദേശിക്കുന്നതോടുകൂടിയാണ് ഈ വിഗ്രഹത്തിന് പ്രാണൻ കൈവരുന്നത്. ഇതിന് പ്രാണൻ കൈവരുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് സപ്തനദികളിലെ ജലം ശംഖിലേക്ക് ആവാഹിച്ചാണ് സ്വന്തം ജീവ ചൈതന്യം ഈ ആചാര്യൻ ഇതിനൊപ്പം ലയിപ്പിച്ചാണ് ഈ വിഗ്രഹത്തിലേക്ക് ആ ജലം പതിപ്പിക്കുന്നത്. അതാണ് ഈ വിഗ്രഹത്തിന് പ്രാണൻ നൽകുന്നത് എന്നുള്ളതാണ്. വ്യത്യസ്ത ഇടങ്ങളിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ പല ഇടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാണപ്രതിഷ്ഠ നടത്തുന്ന രീതിക്ക് പല വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും ഈ സങ്കല്പമാണ് ഉള്ളത്. സപ്തനദികളിലെ ജലം ശംഖിലേക്ക് എത്തുന്നു. ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ജീവൻ ചൈതന്യത്തിൻ്റെ ഭാഗം ഈ ശംഖിലേക്ക് എത്തിച്ച് അത് വിഗ്രഹത്തിന് നൽകുന്നതോടുകൂടി വിഗ്രഹത്തിന് ജീവൻ കൈവരുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ പ്രാണപ്രതിഷ്ഠ ആയി ഈ വിഗ്രഹത്തിന് പ്രാണൻ നൽകുന്നത്. ഇവിടെ ബാലനായിട്ടുള്ള രാമനാണ്. ബാലനായിട്ടുള്ള രാമൻ്റെ എല്ലാവിധത്തിലുള്ള ചര്യകളും പാലിച്ചുകൊണ്ടുള്ള വിധി പ്രകാരമുള്ള പൂജകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സൂര്യവംശത്തിൻ്റെ ഭാഗമാണ് ശ്രീരാമൻ. അതുകൊണ്ട് തന്നെ ഈ സൂര്യവംശത്തിൽ ഒരു രാജാവിന് അഭിഷേകം എങ്ങനെ നടത്തുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പൂജാവിധിയാണ് തയ്യാറാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂജാകർമ്മങ്ങൾ ഇത്ര ദിവസങ്ങളിലായിട്ട് നടന്നു വന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ടാണ് അദ്ദേഹത്തിന് ശയ്യയിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി പൂജാവിധികളോടെ എത്തിച്ചത്. അതിനുശേഷം ഈ വിഗ്രഹം അവിടേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. അതോടുകൂടി ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാകും. പ്രധാനമന്ത്രി സിംഹദ്വാർ എന്നറിയപ്പെടുന്ന പ്രധാന കവാടത്തിലൂടെ ആയിരിക്കും അദ്ദേഹം എത്തുന്നത്. ഈ സിംഹദ്വാറിലൂടെ 32 പടികൾ കടന്ന് ഗർഭഗൃഹത്തിലെത്തുന്ന പ്രധാനമന്ത്രി അവിടെ ഈ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമാകും. മുഖ്യ യജമാനൻ എന്ന രീതിയിലാണ് പ്രധാനമന്ത്രി ഇതിൻ്റെ ഭാഗമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടെങ്കിലും ട്രസ്റ്റ് ഇതിനോട് പ്രതികരിക്കുന്നത് ഈ രാജാക്കന്മാരുടെ കാലത്ത് ഇത്തരത്തിൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ അതിൻ്റെ യജമാന സ്ഥാനത്തുണ്ടായിരുന്നത് ചക്രവർത്തിമാർ ആണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം എന്ന രീതിയിൽ പ്രധാനമന്ത്രി തന്നെ ആചാര്യസ്ഥാനത്തുണ്ടാകുന്നത് അത് ഉചിതമാണ്. അതിലേതെങ്കിലും വിധത്തിലുള്ള ഒരു തെറ്റില്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഏതായാലും ഈ മുഖ്യ ആചാര്യസ്ഥാനത്ത് എത്തുന്ന പ്രധാനമന്ത്രി അവിടെ എത്തുന്ന ഘട്ടത്തിൽ രാമവിഗ്രഹം മുഖപടത്തോടു കൂടിയായിരിക്കും ഉണ്ടാവുക. കണ്ണുകളിൽ സ്വർണ്ണ സൂചി കൊണ്ട് അഞ്ജനം എഴുതിക്കുന്നു. അഞ്ജനം എഴുതിക്കുന്നതോടുകൂടി ലോകം കാണാൻ ആ വിഗ്രഹം തയ്യാറാകുന്നു എന്നാണ് വിശ്വാസം. രാമവിഗ്രഹത്തിന് മുമ്പിൽ തയ്യാറാക്കിയിട്ടുള്ള കണ്ണാടി തുടർന്ന് ഈ മുഖപടം അഴിക്കുന്നതോടുകൂടി വിഗ്രഹം അതിൽ ദർശിക്കുന്നു. സ്വന്തം രൂപത്തെ തന്നെ ആദ്യം ദർശിക്കുന്നു. അതോടുകൂടി
രാമവിഗ്രഹത്തിൻ്റെ ലോകം കാണാനായിട്ടുള്ള തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ശേഷമാകും ദർശനം നൽകി തുടങ്ങുന്നത്. ആദ്യ ദർശനം 5 പേർക്കായിരിക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള 5 പേരായിരിക്കും ആദ്യമായി ദർശനം നടത്തുക. ഈ ദർശനത്തിന് തുടർച്ചയായിട്ട് നൈവേദ്യം ഉണ്ടാകും. 56 വിഭവങ്ങളാണ് ആദ്യ നൈവേദ്യത്തിൻ്റെ ഭാഗമായിട്ട് നേദിക്കുന്നത്. അതിനുശേഷം ആരതി നടത്തും. മുഖ്യ യജമാനൻ എന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ആരതി നടത്തുന്നത്. ആ സമയത്ത് മറ്റുള്ളവർ അവിടെ സന്നിഹിതരായിരിക്കും. അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥിക്കും. തുടർച്ചയായിട്ടാണ് മുഖ്യ വാതിൽ അദ്ദേഹം തുറക്കുന്നത്. അത് തുറക്കുന്നതോടുകൂടി രാമക്ഷേത്രം, പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രം, അത് ജനങ്ങൾക്ക്, ആരാധകർക്ക് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളിൽ എത്തിയിരിക്കുന്നു. ഭക്ത ജനങ്ങൾക്കായി തുറന്നു നൽകുന്നു എന്നുള്ളതാണ് സങ്കല്പമായിട്ട് കരുതുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ആളുകൾ ഇതിനകം തന്നെ അയോധ്യയിലെ എല്ലാ കോണുകളിലും നിറഞ്ഞിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ദർശനമാണ്. അയോധ്യ ക്ഷേത്ര സന്നിധിയിലാകട്ടെ ഇപ്പോൾ ഏതാണ്ട് 7000-ലധികം ക്ഷണിക്കപ്പെട്ട അതിഥികൾ അടക്കമുള്ളവർ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടുകൂടി അഭിജിത്ത് മുഹൂർത്തത്തിൽ ഈ പ്രാണപ്രതിഷ്ഠാ കർമ്മം പൂർത്തിയാവുകയും ചെയ്യും. ഗോപി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അഭിജിത്ത് മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ പൂർത്തിയാവുക. 12:29-നും 31-നും ഇടയ്ക്കുള്ള 84 സെക്കൻഡാണ് വൈദിക വിധിപ്രകാരം ദേവചൈതന്യം മൂർത്തിയിലേക്ക് പകർന്നു നൽകുന്ന പ്രാണപ്രതിഷ്ഠ എന്ന ഏറ്റവും സവിശേഷമായ ചടങ്ങ് നടക്കുക. താന്ത്രിക ആചാര്യനിലൂടെ പ്രാണന്റെ അംശം വിഗ്രഹത്തിലേക്ക് പകരുന്ന ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ. വിഗ്രഹത്തിന് ജീവൻ പകരുന്ന ചടങ്ങ് എന്ന് നമുക്കതിനെ പറയാം. സപ്തനദികളിലെ ജലം സംഖിലെ ജലത്തിലേക്ക് ആവാഹിച്ച് ആ ജലത്തിലേക്കാണ് ആചാര്യൻ സ്വന്തം ജീവചൈതന്യത്തെ ലയിപ്പിക്കുന്നത് എന്നാണ് വിശ്വാസം. പ്രാണന്റെ ആധാരമായ മൂലാധാരത്തിങ്കിൽ നിന്ന് സംഖിനെ ഷഡാധാരങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച് സഹസ്രാര പത്മസ്ഥാനത്തെത്തിച്ച് പ്രാണാംശത്തെ സംഖിലെ ജലത്തിലേക്ക് യോജിപ്പിക്കുന്നു എന്നതാണ് വിശ്വാസം. ആ ജലമാണ് പ്രതിഷ്ഠാ സമയത്ത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുക. ഇത് വിവിധ ഇടങ്ങളിൽ വ്യത്യസ്തമായ മാറ്റങ്ങളോടുകൂടി വ്യത്യസ്തമായ രീതിയിൽ നടപ്പാക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. ഏതായാലും ഈ ചടങ്ങിലെ ഏറ്റവും സവിശേഷമായ മുഹൂർത്തം എന്നത് 12:29 മുതൽ 31 വരെയുള്ള 84 സെക്കൻഡ് നേരമാണ്. എസ് വിജയകുമാർ കൂടി അയോധ്യയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. വിജയകുമാർ, എപ്പോഴാണ് പ്രധാനമന്ത്രി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുക? അതിഥികളൊക്കെ തന്നെ അവരുടെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞല്ലോ. എന്തൊക്കെയാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, പ്രധാനമന്ത്രി അല്പസമയത്തിനകം ക്ഷേത്രത്തിലെത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി ശങ്കർ മഹാദേവൻ രാം ഭജൻ ആലപിച്ചത് നമ്മളൊക്കെ കേട്ടു. അങ്ങനെ അതിന്റെ ചടങ്ങുകൾ, വൈദിക വിധിപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 50-ലധികം കലാകാരന്മാർ, മേളക്കലാകാരന്മാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്. അവർ മംഗളവാദ്യം മുഴക്കും അല്പസമയത്തിനകം എന്നാണ് അറിയുന്നത്. അതോടെ ചടങ്ങുകൾ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കും. ഇപ്പോൾ രാഷ്ട്രീയ, സാംസ്കാരിക, ചലച്ചിത്ര, വ്യവസായ മേഖലയിലെ പ്രമുഖർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അമിതാഭ് ബച്ചനെ കാണാം, രജനീകാന്ത് ഉണ്ട്, ചിരഞ്ജീവി ഉണ്ട്, രാം ചരൺ ഉണ്ട്, സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട്, അനിൽ കുംബ്ലെ, സൈന നെഹ്വാൾ, മിതാലി രാജ്, അനിൽ അംബാനി, കുമാരമംഗലം ബിർള തുടങ്ങിയവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി മുഖ്യ ആചാര്യൻ അല്ലെങ്കിൽ മുഖ്യ യജമാനനായി അയോധ്യയിലെത്തി. അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് രാമക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ അതിഥികളെ കൂടാതെ മാധുരി ദീക്ഷിതിനെ കണ്ടു, വിക്കി കൗശലുണ്ട്, കത്രീന കൈഫുണ്ട്, ആയുഷ്മാൻ ഖുറാനയുണ്ട്, രൺബീർ കപൂറുണ്ട്, ആലിയ ഭട്ടുണ്ട് തുടങ്ങിയവരും അയോധ്യയിൽ എത്തിയിട്ടുണ്ട്. അയോധ്യയിലേക്ക് വരുന്നതിന് മുൻപ് രജനീകാന്ത് ഇന്നലെ അവിടെ അദ്ദേഹത്തിന്റെ ആരാധകരുമായി അല്പസമയം സംസാരിച്ചു. രാവിലെ സച്ചിൻ ടെണ്ടുൽക്കർ മുംബൈയിൽ അദ്ദേഹത്തിനെ കാണാനെത്തിയവരുമായി രാമക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് സംസാരിക്കുകയും ചെയ്തിരുന്നു. BJP MP ഹേമമാലിനിയുടെ ഒരു ട്വീറ്റ് വരുന്നുണ്ട്. ചരിത്രപരമായ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനായത് മഹാഭാഗ്യമെന്നാണ് ഹേമമാലിനി ഇപ്പോൾ എക്സിൽ കുറിച്ചത്. അയോധ്യ നഗരം അതിന്റെ എല്ലാ തരത്തിലും ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. 12:29-നും 31-നും ഇടയിലുള്ള ഈ 88 സെക്കൻഡാണ് അഭിജിത്ത് മുഹൂർത്തം. ഇപ്പോൾ 11:50 കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ചടങ്ങുകൾ, വൈദിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി ആ ചടങ്ങിന്റെ ഭാഗമാകും അല്പസമയത്തിനകം എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി അതിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ പ്രാണപ്രതിഷ്ഠയിലെ വിഗ്രഹത്തിലേക്ക് ദൈവചൈതന്യത്തെ ആവാഹിക്കുന്ന, അതിനെ സന്നിവേശിപ്പിക്കുന്ന ചടങ്ങുകൾക്ക് തുടക്കമാവുകയും ചെയ്യും. വൈദിക വിധി പ്രകാരം ലക്ഷ്മികാന്ത് ദീക്ഷിത് എന്ന കാശിയിലെ വേദപണ്ഡിതന്റെ നേതൃത്വത്തിലാണ് വൈദിക വിധി പ്രകാരമുള്ള അത്തരം കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. പ്രധാനമന്ത്രി നേരത്തെ അദ്ദേഹം വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്ന് ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിലാണ് അയോധ്യയിലേക്ക് വന്നത്. വരുന്നതിനിടയിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇരുന്ന് തന്നെ രാമക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. അദ്ദേഹം അക്കാര്യം പിന്നീട് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുമായി അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോപി, ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറെ കൂടി ശക്തമാക്കിയിട്ടുണ്ട്. 13,000-ത്തിലധികം സേനാംഗങ്ങളാണ് ഇപ്പോൾ നഗരത്തിൽ പലയിടത്തായി വിന്യസിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഡ്രോണും AI ക്യാമറകള് അതുപോലെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേക സ്ക്വാഡുകളായി തിരിച്ചിരിക്കുകയാണ്. റാംപത്ത് മുഴുവൻ ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഈ റാംപത്തിന്റെ എല്ലാ ഭാഗത്തും കനത്ത പോലീസ് വിന്യാസമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരെയും വലിയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ പ്രധാന വീതിയിലേക്ക് കടത്തിവിടുകയുള്ളൂ. 12:20 പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അയോധ്യ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത്. 12:20 മുതൽ ആ ചടങ്ങ്, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തുടങ്ങും. അതിന്റെ ഏറ്റവും നിർണായകമാകുന്നത് 12:29 മുതൽ 31 വരെയുള്ള 88 സെക്കൻഡാണ്. അതിനുശേഷം 12:55 വരെ വൈദിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ പുരോഗമിക്കും. പിന്നീട് പ്രധാനമന്ത്രി അവിടെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ എത്തി 7,000-ഓളം വരുന്ന ഇന്ന് അവിടെ എത്തിയ അതിഥികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്ത് പറയും എന്നതൊക്കെ വലിയ രാഷ്ട്രീയ കൗതുകമായി ഇപ്പോഴും അവശേഷിക്കുന്നു. പലരും ഇന്ന് എന്തായിരിക്കും അയോധ്യയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, പ്രത്യേകം ക്ഷണിക്കപ്പെട്ട പ്രതിനിധികൾ, നയതന്ത്ര ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അവരുടെയൊക്കെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അവരൊക്കെ നേരത്തെ തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ എത്തിയിരുന്നു. അതുപോലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സ്നാനഘട്ടങ്ങളിൽ നിന്നെത്തിയ തീർത്ഥജലം, അതുപോലെ വിവിധ നഗരങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം, ഇപ്പോൾ ലഡു എത്തുന്നു, നെയ്യ് വേറൊരു സ്ഥലത്തു നിന്ന് എത്തുന്നു, ജോധ്പൂരിൽ നിന്ന് നെയ്യ് എത്തിക്കുന്നു. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭിഷേകത്തിന് വേണ്ടുന്ന ജലം, നെയ്യ് ഇതൊക്കെ ഇങ്ങനെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ, ഇന്ത്യയുടെ വിവിധ മേഖലകൾ, ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതി തന്നെ നമുക്കറിയാം ഉത്തരേന്ത്യൻ നാഗരിക രീതിയും തെക്കേ ഇന്ത്യയുടെ ദ്രാവിഡ കൺസ്ട്രക്ഷൻ, അതായത് നിർമ്മിതിയും കൂടി ചേർത്താണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. പ്രധാന ക്ഷേത്രം നാഗരിക രീതിയിലും ഉപദേവാലയങ്ങൾ ദ്രവിഡിയൻ രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നതാണ് അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതിന്റെ നിർമ്മാണത്തില്, അതിലെ ക്ഷേത്ര ചടങ്ങുകളിൽ നേരത്തെ RK സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നത് പോലെയുള്ള വൈദിക ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പൂജകളുടെ കാര്യത്തിൽ, അഭിഷേകത്തിന്റെ കാര്യത്തില്, അതുപോലെ തന്നെ ഈ നിവേദ്യത്തിന്റെ കാര്യത്തിലൊക്കെ ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യൻ മിശ്രണം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതിനൊരു രാജ്യമാകെ ഒരു പാൻ ഇന്ത്യ ടെമ്പിൾ എന്ന കൺസെപ്റ്റിലാണ് എന്നൊരു ആശയത്തിലായിരുന്നു അയോധ്യ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അവിടുത്തെ പൂജാവിധി തയ്യാറാക്കിയതും അങ്ങനെയാണ്. നമ്മൾ മലയാളത്തിൽ പടിത്തരം എന്ന് പറയും. അങ്ങനെ അതിന്റെ ക്ഷേത്രത്തിൽ എന്തൊക്കെ പൂജകൾ വേണം എന്ന് തീരുമാനിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ മിശ്രണം ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിലെ അഭിഷേകം, പൂജാകർമ്മങ്ങൾ, 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ ചിറപ്പ് മണ്ഡലം എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള രീതികളൊക്കെ ക്ഷേത്രത്തിൽ അനുവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വൈദിക വിധി പ്രകാരമുള്ള പൂജകൾ നടക്കുന്നതിനൊപ്പം ആ വൈദിക വിധിയുടെ രണ്ട് തരം ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യൻ രീതികൾ ഒരേപോലെ എല്ലാ സമയങ്ങളിലും, അതായത് ഈ പൂജയുടെ ഓരോ ഘട്ടങ്ങളിലും ഏർപ്പെടുത്തുന്നുണ്ട്. 3 തവണ പ്രത്യേക പൂജകൾ ഉണ്ടാകും. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് 3 ആരതികൾ ഉണ്ടാകും. അതുകൂടാതെ രാവിലത്തെ അഭിഷേകം, പിന്നീട് നടക്കുന്ന ഈ നിവേദ്യം, ഇതിലൊക്കെ പ്രത്യേകിച്ച് നിവേദ്യത്തിന്റെ ഒക്കെ കാര്യത്തിൽ കുറെ കൂടി ദക്ഷിണേന്ത്യൻ രീതി പിന്തുടർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ മിശ്രണം അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലും ഇവിടുത്തെ പൂജാരീതിയിലുമൊക്കെ ഉണ്ട്. അതുപോലെ പ്രധാനമന്ത്രി ഇപ്പോഴും വേദിയിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എല്ലാവരും. ഇപ്പോൾ 11:56 ആകുന്നു. പ്രധാനമന്ത്രി ഏത് നിമിഷവും ഈ വേദിയിലേക്ക് എത്തും. അതോടുകൂടി പ്രധാനപ്പെട്ട ചടങ്ങ് തുടങ്ങുകയാണ്. ക്ഷേത്രത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് 12:29
12:31 ഇടയിലുള്ള അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. ഈ അഭിജിത്ത് മുഹൂർത്തം എന്നത് ജ്യോതിഷികൾ എഴുതി നൽകിയ മുഹൂർത്തമാണ്. അത് ആ സമയം പ്രാണപ്രതിഷ്ഠയ്ക്ക് മാത്രമല്ല എല്ലാ മംഗളകർമ്മങ്ങൾക്കും പറ്റിയ മുഹൂർത്തമാണ്. ശ്രീ വിജയകുമാർ, അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് തുടങ്ങാനിരിക്കുകയാണ്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും. അദ്ദേഹം അയോധ്യ വിമാനത്താവളത്തിൽ ഇറങ്ങി നേരെ ഹെലികോപ്റ്ററിൽ അദ്ദേഹം അയോധ്യ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് വിജയകുമാർ അയോധ്യയിൽ നിന്ന്.